6:30-ക്ക് എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ഫുൾ പച്ചപ്പ്. അയ്യോ, ഫ്രഷ് എയർ ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ കിട്ടുന്നു. അയ്യോ ഒരു രക്ഷയില്ല. കിളികളുടെ ശബ്ദവും ആ ഒരു വ്യൂവും സൺറൈസും. ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ എൻ്റെ യാത്ര വാഗമണിലോട്ടാണ്. സോ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാൻ എടുത്തേക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലാണ്. ആ ഒരു പ്രോപ്പർട്ടി ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. യെസ്, വെൽക്കം ടു കേരളാസ് ഫസ്റ്റ് ലക്ഷറി ഗ്ലാമ്പിംഗ് റിസോർട്ട് ലൊക്കേറ്റഡ് നിയർ ദ നെവർ എൻഡിംഗ് ലൈൻ ഓഫ് ലഷ് ഗ്രീൻ ഹിൽസ് ആൻഡ് ബ്രെഡ് ടേക്കിംഗ് റാവൻസ്, മോണ്ടിക്കൽ ഗ്ലാംസ്. ഇത് വാഗമണിലെ വട്ടപ്പാതൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നവർ ദയവ് ചെയ്ത് ഗൂഗിൾ മാപ്പ് നോക്കി വരരുത്, വഴി തെറ്റും. വാഗമൺ എത്തിയതിനു ശേഷം ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. ഈ കാണുന്നത് അവരുടെ എൻട്രൻസ് ഏരിയ ആണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആക്കി അവർ വെച്ചിട്ടുണ്ട്. നമുക്കൊരു വാം വെൽക്കമിംഗ് ആണ് അവർ നൽകിയത്. ചെന്നുടനെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള ചുക്ക് കാപ്പി അവർ തന്നായിരുന്നു. ആ ഒരു ക്ലൈമറ്റിൽ ഇതുകൂടെ കുടിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീലാണ് തോന്നിയത്. ഇത് അവരുടെ റിസപ്ഷൻ ഏരിയ ആണ്. ചെക്കിനൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് പോകുന്ന വഴി നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഇതാണ് അവരുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. അതിന് തൊട്ട് മുകളിൽ തന്നെ ഒരു റെയിൻബോ കാണാൻ പറ്റി. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ റൂംസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന് പകരം ഗ്ലാംസ് ആണ്. ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജക്കൂസി ഇൻക്ലൂഡ് ചെയ്ത ഗ്ലാമ്പാണ്. ഇനി ഗ്ലാമ്പിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഡെയിലി റൂമിൽ താമസിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റേ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര കോസി ആൻഡ് വാം ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഗ്ലാമ്പിലുള്ള സ്റ്റേ. അവരുടെ ഇൻറ്റീരിയേഴ്സും ഫേർണിഷിങ്സും ലൈറ്റിംഗ് സെറ്റപ്പും ഒക്കെ ആണെങ്കിലും ശരി, ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷം തരുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മോണ്ടിക്കൽ ഗ്ലാംസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. രാവിലെ 6:30-ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉറക്കം എണീറ്റതേ ഉള്ളൂ. ആ ഒരു കോലമാണ് മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുന്നത്. 6:30-ക്ക് എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ഫുള്ളും ടീ പ്ലാന്റേഷനും ഏലവും ഫുള്ളും മരങ്ങൾ, ഫുൾ പച്ചപ്പ്. അയ്യോ ഫ്രഷ് എയർ ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ കിട്ടുന്നു. അങ്ങനെ സൺറൈസ് കണ്ടു. അടിപൊളി, ഒരു രക്ഷയില്ല. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ് ഏരിയ. അപ്പോൾ അവിടെ ഒരു ചുമരിൽ തന്നെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഹോൾഡർ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലൊരു വ്യൂ ആണ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ ഇരുന്നപ്പോഴും കിട്ടിയത്. ഇപ്പോൾ ആക്ച്വലി സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി വരുന്ന 2 ആഴ്ച പ്ലസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിൽ ബുക്കിംഗ് കംപ്ലീറ്റ് ആണെന്നാണ്. സോ അതുകൊണ്ട് തന്നെ ബൂഫേ സിസ്റ്റം അവിടെ അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ അലാക്കാട്ടാണ് ചെയ്തത്.
ഈ സ്മൈലി കുട്ടപ്പന്മാരും നഗറ്റ്സും ഒക്കെ കോംപ്ലിമെൻ്ററി ആയിരുന്നു, പക്ഷേ ചൂടൊരല്പം കുറവായിരുന്നു നഗറ്റ്സിന്. തണുത്തുപോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് നടക്കാൻ ഇറങ്ങി. സോ അപ്പോൾ പല വെറൈറ്റിയിലുള്ള പൂക്കളും മരങ്ങളും ഒക്കെ അവിടെ നിന്ന് കാണാൻ പറ്റി. ഇപ്പോൾ ഇത് ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പും അവിടുത്തെ ആ ഒരു സീറ്റിംഗ് ഏരിയ ഒക്കെയാണ്. വൺസ് യു ആർ ഇൻ മോണ്ടിക്കൽ ഗ്ലാംസ് നെവർ മിസ് ദെയർ കേരള സ്റ്റൈൽ ഫിഷ് കറി. നല്ല കുടംപുളിയൊക്കെ ഇട്ടിട്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഈ കാണുന്ന ട്രീ ഹൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. സോ നിങ്ങളുടെ നല്ലൊരു സമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ, അത് ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സുമായിട്ടായാലും ആരുമായിട്ടായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു വിസിറ്റ് ദിസ് പ്രോപ്പർട്ടി. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ആൻഡ് ബൈ.